നമസ്തേ, ഞാൻ സുനിൽ നെല്ലായി. ഇത് മലയാളികൾക്കൊക്കെ ഏറെ പ്രിയപ്പെട്ട മാസമാണ്. അതായത് കർക്കിടക മാസം, രാമായണ മാസം എന്നാണ് നമ്മളൊക്കെ പറയാറ് അല്ലേ. പുണ്യമാസമാണ്. അപ്പം എനിക്ക് തോന്നി എൻ്റെ ഗ്രാമവും എൻ്റെ വീടും അതോടൊപ്പം എൻ്റെ ഡാൻസ് ക്ലാസ്സും ഒക്കെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താൻ തോന്നി. അതാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ കാരണം. അപ്പോൾ ഇതാണ് എൻ്റെ വീട്. അതായത് കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിലെ നെല്ലായി എന്ന ഒരു കൊച്ചു ഗ്രാമമാണിത്. അപ്പോൾ ഇത് വീടാണ്. ഇവിടെ വരുമ്പോൾ കിട്ടുന്നൊരു സന്തോഷവും അതെനിക്ക് ജീവിതത്തിൽ എവിടെ പോയാലും കിട്ടില്ല. അത്രയ്ക്ക് സന്തോഷമാണ്. കാരണം തൊട്ടടുത്താണ് ക്ഷേത്രം, നരസിംഹസ്വാമി ക്ഷേത്രമാണ്. വളരെ പ്രസിദ്ധമാണ് നെല്ലായിലെ നരസിംഹസ്വാമി ക്ഷേത്രം. അതോടൊപ്പം തന്നെ അതിൻ്റെ അടുത്ത് തന്നെ പുഴയാണ്. എൻ്റെ ക്ലാസ്സിൻ്റെ പിൻഭാഗത്ത് പുഴയാണ്, കുറുമാലിപ്പുഴ എന്ന് പറയും. അപ്പോൾ പിന്നെ വളരെ സൈലൻ്റ് ആണ്. പിന്നെ ഞങ്ങൾക്ക് എന്നും അതിഥിയായിട്ട് വരുന്ന ഒരു 3-4 ആൾക്കാരുണ്ട്. മറ്റൊന്നുമില്ല, നമ്മുടെ മുരുകഭഗവാന്റെ വാഹനമായ മയില്, അതുപോലെ എല്ലാ കിളികളുടെ സൗണ്ടും ഇവിടെ വന്നാൽ കേൾക്കാം. അപ്പം അതുകൊണ്ട് തന്നെ എന്തോ ഒരു വല്ലാത്തൊരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ആണ് എനിക്ക് നെല്ലായിൽ വരുമ്പോൾ. എല്ലാ ശനി ഞായറും ഞാനിവിടെ വരും, ക്ലാസ് എടുക്കും. എൻ്റെ നാട്ടിലെ കുട്ടികളുടെ ക്ലാസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറെ പ്രിയപ്പെട്ട ക്ലാസ്സാണ്. അതാണ് എൻ്റെ ഡാൻസ് ക്ലാസ്. അപ്പം നമുക്ക് പതുക്കെ അങ്ങോട്ട് പോവാം. ഇത് കുറച്ച് നാൾ മുമ്പ് ഇപ്പുറത്തായിരുന്നു ഡാൻസ് ക്ലാസ്. പിന്നെ നമ്മളിതിപ്പോൾ പുതിയതായിട്ട് വച്ചൊരു വീടാണ്. വെള്ളപ്പൊക്കമൊക്കെ വന്നപ്പോൾ കുറച്ച് പ്രശ്നം വന്നപ്പോൾ ഞങ്ങൾ ഇവിടേക്ക് വീടാക്കി. പണ്ടത്തെ ഡാൻസ് ക്ലാസ് ഇവിടെയായിരുന്നു, അവിടെ വീടായിരുന്നു. അത് നേരെ തിരിച്ചിട്ടു. ഇത് വീടാക്കി, അത് ഡാൻസ് ക്ലാസ് ആക്കി. ഇതിപ്പോൾ പണിത ഒരു ഡാൻസ് ക്ലാസ് ആണ്. ഇതാണ് ഡാൻസ് ക്ലാസ്. ഒരു പഴയ ഒരു രീതിയിലാണ് കേട്ടോ പണിതേക്കണേ. സിമൻ്റാണ് ഇട്ടേക്കണത്. കാരണം എനിക്ക് ഈ ഇത്തരം സിമൻ്റ് ഇട്ട തറയോടൊരു പ്രത്യേക ഇഷ്ടമാണ്. നമുക്ക് ആ ഒരു പഴയകാല ഫീലും കിട്ടും. അതിലുപരി ഒരു ട്രഡീഷണൽ ഫീല്, അതാണ് എനിക്ക് ഏറെ പ്രിയപ്പെട്ടൊരു കാര്യം. അതുപോലെ തന്നെ ഇങ്ങനെ വന്നിരിക്കുക എന്നുള്ളത്, ഞങ്ങളുടെ പഴയ വീടും ഈ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ഇവിടെ ഇങ്ങനെ ഇരിക്കുക. അമ്പലത്തിലെ ഓരോ കാര്യങ്ങൾ കേൾക്കും, ഇവിടെ ഇരിക്കാം, പക്ഷികളുടെ ശബ്ദം കേൾക്കാം. മറ്റൊന്ന് എന്താ വെച്ചാൽ മഴ പെയ്യുമ്പോൾ വളരെ സന്തോഷമാണ് എനിക്ക് ഇവിടെ ഇന്ന് ഇങ്ങനെ നോക്കിയിരിക്കുക എന്ന് പറഞ്ഞാൽ. മറ്റു എന്ത് ചെയ്യുന്നേക്കാളും സംതൃപ്തിയാണ്. അതോടൊപ്പം തന്നെ ഈ ഡാൻസ് ക്ലാസ് പണിയേക്കാൾ തൊട്ട് മുമ്പ് വെച്ച തെങ്ങാണ് കേട്ടോ. അതിനൊരു ചരിത്രമുണ്ട്. ഞാൻ ഈ തെങ്ങ് വയ്ക്കുമ്പോൾ ആഗ്രഹിച്ചിരുന്നു, എപ്പോഴെങ്കിലും ഇവിടെ ക്ലാസ് വന്നാൽ അതുമ്മ തേങ്ങ ഉണ്ടാവണം കേട്ടോ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു ഭഗവാൻ മാന്യങ്ങളുടെവനോട്. ശരിക്കും പറഞ്ഞാൽ വിശ്വസിക്കില്ല, ഞാൻ ഇതിൻ്റെ പണി കഴിഞ്ഞു ഈ തെങ്ങ് കാച്ചു എന്നുള്ളതാണ്. അപ്പോൾ പ്രകൃതിക്കും കുറേ സത്യങ്ങളുണ്ട്. നമ്മളുടെ സംസാരമൊക്കെ പ്രകൃതിക്കും കേൾക്കാം, ഭഗവാനും കേൾക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ ഡാൻസ് ക്ലാസ്. അപ്പം ഞാൻ ഇത് തുറന്ന് കാണിക്കാം. നെല്ലായി നൃത്താഞ്ജലിയുടെ പുതിയൊരു തുടക്കമാണ് ഭരതനാട്യ ഡിപ്ലോമ കോഴ്സ്. ഇത് സെക്കൻഡ് ബാച്ചാണ്. കഴിഞ്ഞ ബാച്ച് വളരെ നല്ല രീതിയിൽ എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്തു, വളരെ നല്ല റിസൾട്ടാണ്. അതിൻ്റെയൊക്കെ ഒരു ട്രീറ്റ് ആയിരുന്നു ഇന്നിവിടെ. ഇപ്പോൾ നമ്മൾ സെക്കൻഡ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ സെക്കൻഡ് ബാച്ചിലെ കുട്ടികളാണ് ഈ വരുന്നവരെല്ലാവരും. സെക്കൻഡ് ബാച്ചാണ്. കഴിഞ്ഞ 40 വർഷക്കാലമായി നെല്ലായി നൃത്താഞ്ജലി ഈ കൊച്ചു ഗ്രാമത്തിൽ, നെല്ലായി എന്ന എൻ്റെ കൊച്ചു ഗ്രാമത്തിൽ ഈ സ്കൂള് തുടങ്ങിയിട്ട് ഡിപ്ലോമ കോഴ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ അല്പം വൈകിപ്പോയി. പക്ഷേ എങ്കിലും വളരെ സന്തോഷമുണ്ട്. ഇപ്പോഴത്തെ കുട്ടികളെല്ലാവരും വളരെ ഗൗരവത്തോടു കൂടി ആണ് ഈ വിഷയം പഠിക്കുന്നത്. കാരണം ഇപ്പം നെല്ലായി നൃത്താഞ്ജലിയിലെ 500-ൽ പരം കുട്ടികൾ പല പല നാടുകളിൽ ക്ലാസ് എടുക്കുന്നുണ്ട്. വളരെ നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. അപ്പോൾ ഇനിയുള്ള കുട്ടികൾക്ക് ഒരു സർട്ടിഫിക്കറ്റും കൂടി കൊടുക്കുക എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും വലിയൊരു എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ഈ കോഴ്സ്. അല്പം ബുദ്ധിമുട്ടാണ്, കാരണം കോഴ്സിൻ്റെ ചിട്ടയിൽ പഠിക്കുക എന്ന് പറഞ്ഞാൽ അല്പം ബുദ്ധിമുട്ടാണല്ലോ. പക്ഷേ അതുകൊണ്ട് അവർക്ക് കൂടുതൽ ആ സബ്ജക്റ്റിനോടൊരു സീരിയസ്നെസ് വരികയും ചെയ്യും. അവർക്ക് ലോകോത്തര നിലവാരമുള്ള ഒരു സർട്ടിഫിക്കറ്റാണ് അവർക്ക് കിട്ടുന്നത്. കൽക്കട്ട ബേസ് ആയിട്ടുള്ള വലിയൊരു ഓർഗനൈസേഷൻ്റെയാണ് നമ്മൾ ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ സെക്കൻഡ് ബാച്ചാണ്.
വളരെ സന്തോഷമുണ്ട്. ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ കഴിഞ്ഞതിൽ വളരെ കൃതാർത്ഥതയുണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എപ്പോഴും നെല്ലായി നൃത്താഞ്ജലിക്കും എൻ്റെ കുട്ടികൾക്കും ഉണ്ടാവണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. नटराज राज नटराज नटराज राज नटराज नटराज राज 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 नटराज नटराज राज